ഒരു വർഷം കുറഞ്ഞത് 5000-ഓളം പോക്സോ കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറേയധികം കേസുകളിൽ പ്രതിയെ ശിക്ഷിക്കുന്നുണ്ട്, കുറേയധികം കേസുകളിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നുണ്ട് തെളിവുകളുടെ അഭാവത്തിൽ. അങ്ങനെയൊക്കെ കോടതിയിൽ നീതിന്യായ വ്യവഹാരം ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ പെട്ടുപോകുന്ന ചില ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടർ കൊല്ലത്ത് പള്ളിക്കലിൽ പോയി അവരെയൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. ധാരാളം പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരിക്കൽ കൂടി പോക്സോ കേസിലെ അപകടത്തെക്കുറിച്ച് ഒരു കണ്ടന്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിരിക്കുന്നത്. പള്ളിക്കലിൽ എന്താണ് സംഭവിച്ചത്? 2019 6 വയസ്സുകാരിയെ അച്ഛനും മകനും ചേർന്ന് സഹോദരിയുടെ മകൾ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. എല്ലാ മാധ്യമങ്ങളും എല്ലാ ആളുകളും ആഞ്ഞടിച്ച വാർത്തയാണ്. ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം അന്വേഷിച്ചു വന്നപ്പോൾ ആ കേസ് ഊതി വീർപ്പിച്ച ബലൂണ് പോലെ പൊട്ടിത്തരിപ്പണമായി പോയി. ഈ പ്രതികളൊക്കെ നിരപരാധികൾ. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഇത് ചതിവായിരുന്നു, വഞ്ചനയായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നു. അപ്പോഴേക്കും ഈ രണ്ടാളുകളുടെയും ജീവിതം ഏകദേശം നശിച്ച് നാരായ പേരറ്റു. ഫെബിൻ എന്ന ചെറുപ്പക്കാരൻ്റെ അഭിമുഖമൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അത് കേൾപ്പിക്കാം. വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ നിരവധി എനിക്കിവിടെ തെളിയിക്കാൻ പറ്റിയതിൽ. കാരണം ഒരുപാട് എൻ്റെ പുറത്തുള്ള ആൾക്കാരിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒരുപാട് പേർക്കുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ തെറ്റ് ചെയ്ത് എന്നുള്ളൊരു കണ്ണിലായിരുന്നു കണ്ടിരുന്നത്. പിന്നെ ആകെ എൻ്റെ ഫാമിലി എൻ്റെ സപ്പോർട്ടിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ നിരവധിത്വം തെളിയിക്കണമെന്ന് നിയമ പോരാട്ടം നടത്തി ഇതിന് എനിക്ക് കോടതി ഇതിനായിട്ട് നല്ലൊരു പോസിറ്റീവ് ആൻസർ തന്നെയാണ് തന്നത്. അതായത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 1-ാം പ്രതി എന്നുള്ള രീതിയിലാണ് അന്ന് മാധ്യമങ്ങളിൽ അല്ലേ? അപ്പോൾ പോലും നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ലേ? ഇല്ല, ഒന്നിനും. എനിക്ക് നേരെ അവിടെ ഇന്റർപോൾ ചെയ്തു, നേരെ അവിടെ ജയിലിലാക്കി. അവിടെ ഏകദേശം 40 ദിവസത്തോളം അവിടെ ജയിലിൽ കിടന്നു. അതിനുശേഷം ഇവിടുന്ന് പള്ളിക്കൽ സ്റ്റേഷനിൽ നിന്ന് നേരെ പോലീസുകാർ ഉദ്യോഗസ്ഥർ അവിടെ അബുദാബിയിൽ വന്നാണ് ഇന്റർപോൾ എന്നെ കൈമാറിയത്. അവിടെ വന്ന് നേരെ ഇവിടെ വന്ന് ഇവിടുന്ന് നേരെ എന്നെ എല്ലാ ചാനലുകളുടെയും ക്യാമറകളുടെ മുമ്പിലും ഒരു പ്രതിയായി സത്യം. പിന്നെ ഇവിടെ വന്ന് ജയിലിൽ ഇവിടെ ഏകദേശം 42 ദിവസത്തോളം ഇവിടെ കിടന്നതിന് ശേഷമാണ് എനിക്ക് ജാമ്യം അനുവദിച്ചത്. അപ്പോ എത്ര നാൾ ജയിലിൽ കഴിയേണ്ടി വന്നു? ഏകദേശം ഇവിടെ 40 ദിവസവും അവിടെ ഏകദേശം 42 ദിവസവും കിടന്നു. ഏകദേശം 3 മാസത്തോളം അല്ലേ? അതെ. മാനസികമായി എത്രത്തോളം സംഘർഷത്തിലായിരുന്നു? അതെ. ഒരിക്കലും തെറ്റുകാരനാണെന്ന് ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതെനിക്ക് ന്യൂസ് പ്രചരിപ്പിക്കാൻ, തെറ്റുകാരനാണെന്ന് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രചരിപ്പിച്ചോ ഇത്തരത്തിൽ ന്യൂസ് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് ആ സമയത്ത് ആ ന്യൂസ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മളൊരു ചെയ്യാത്തൊരു കാര്യം ഇത്ര ഇതായിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നുള്ളതേ ഉള്ളൂ. ഫെബിൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് സംഭവം. പോക്സോ കേസുകൾ ധാരാളം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ പോയി റിപ്പോർട്ട് ചെയ്ത സംഭവമുണ്ട്. ഇവിടെ വർക്കല ഒരു ലോക്കൽ സ്റ്റോറിയാണ്. വർക്കലയ്ക്കടുത്ത് നരിക്കല്ല് മുക്കിൽ ഒരു പയ്യൻ, അയാളുടെ മകളെ 11 വയസ്സുകാരി അയാൾ പീഡിപ്പിച്ചുവെന്ന് അയാളുടെ അമ്മായിയമ്മയാണ് പരാതി കൊടുത്തത്. അമ്മായിയമ്മ പരാതി കൊടുക്കാൻ കാരണം അയാളുടെ വീട്, അയാളുടെ ഉടമസ്ഥതയിലുള്ള വീട് അയാളുടെ ഭാര്യയുടെ പേര് എഴുതി കൊടുക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു അതെൻ്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലമാണ്, അത് അമ്മ പിന്നെ തന്നുകൊള്ളും, ഇപ്പോൾ എഴുതി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി 11 വയസ്സുള്ള മൂത്ത മകളെ അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ആ പാവം പയ്യൻ കുറേ കാലം വിചാരണ തടവുകാരനെ ജയിലിലൊക്കെ കിടന്നു. ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ കേസും അന്വേഷണം നടക്കുകയാണ്. വിചാരണയൊക്കെ തേടിയിട്ട് ഇനി ആ പയ്യൻ നിരപരാധിയാണെന്ന് എന്ന് തെളിയും എന്നൊക്കെ ഇനി കാത്തിരിക്കുകയാണ്. അതുപോലെ കടയ്ക്കാവൂരിൽ നടന്ന സംഭവം, ഒരു വിദേശത്ത് നിന്ന് ഭർത്താവ് ഭാര്യയ്ക്കെതിരെ കൊടുത്ത പോക്സോ പരാതി. ആ സംഭവം നമുക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഭാര്യ മകനെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. അതും കടലാസ് പുലി മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടു. ഞാൻ മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നെടുമങ്ങാട് ഒരു പ്രൊബേഷൻ എസ് ഐ ഒരു കടക്കാരനെ എടുത്തിട്ട് ഇടിച്ച് ചളിക്കിയ സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അമ്മ കൊടുത്ത പരാതി. ആ പെൺകുട്ടിയുടെ പെറ്റിക്കോട്ടിൽ രക്തക്കറ ഉൾപ്പെടെയാണ് പരാതി കൊടുത്തത്. അവസാനം ഫോറൻസിക് പരിശോധനയിൽ രക്തം കോഴിയുടേതാണെന്ന് തെളിഞ്ഞു. ആ പാവം വികലാംഗനായ ഈ കടയുടമ, പ്രതി ചേർക്കപ്പെട്ട ആള് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. ഇടി കിട്ടിയത് മിച്ചം അയാൾക്ക്. അങ്ങനെ പോക്സോ കേസ് നല്ലതാണ്. കുട്ടികൾ സംരക്ഷിക്കപ്പെടണം. ആൺകുട്ടിയും പെൺകുട്ടിയും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പീഡിപ്പിക്കപ്പെട്ടാൽ, പീഡനം മാത്രമല്ല അങ്ങനെ എന്ത് തരത്തിലുള്ള ദ്രോഹം വന്നാലും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള നിയമമാണത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ നിയമം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. ആർക്കെങ്കിലും ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ കുട്ടികളെ മറയാക്കി ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് പ്രതികരിക്കും. ഈ പറയപ്പെടുന്ന ആളിനെ എടുത്തിട്ട് ചളുക്കുകയും ചെയ്യും.
അത് പോലീസിന് തന്നെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളിത് ഉടനെ പ്രതികരിക്കണം. പോക്സോ കേസിൽ പിന്നെയും 3-4 തട്ടുകളുണ്ട്. ഒന്ന്, ഈ കേസ് അറിഞ്ഞിട്ട് മറച്ചു വെച്ചാൽ പോലും കുറ്റമാണ്. നിങ്ങൾ ആ കേസുമായി യാതൊരു ബന്ധവും വേണ്ട, ഇങ്ങനൊരു സംഭവം കണ്ടു, പക്ഷെ നിങ്ങളത് മറച്ചു വെച്ചു, എന്നാൽ പോലും കുറ്റമാണ് പോക്സോ കേസ് അനുസരിച്ച്, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോക്സോ കേസ് അത്രയും പ്രാധാന്യമുള്ള ഒരു നിയമമാണ്, പോക്സോ നിയമമാണ്. ആ നിയമം അനുസരിച്ച് പോലീസുകാർ ഉടനടി പ്രവർത്തിക്കണം. പക്ഷേ നിങ്ങൾ ഒരു കേസ് എടുക്കുമ്പോൾ, FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തെ സാധ്യതകൾ കൂടി പഠിച്ച് മുൻകൂട്ടി കണ്ട് വളരെ വേഗത്തിൽ തന്നെ അതിനകത്ത് ശരിയാണോ തെറ്റാണോ, ഈ കേസ് നിലനിൽക്കുന്നതാണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊരു പ്രാഥമികമായ അന്വേഷണം നടത്താനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും, നിരപരാധികൾ ക്രൂശിക്കപ്പെടും, അതിൽ തർക്കമില്ല.